സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. വൈദ്യുതി ഉപയോഗം വൻതോതിൽ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ KSEB അറിയിച്ചു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. KSEB അധികൃതർ ഇന്ന് തന്നെ യോഗം ചേർന്ന് പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കും. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഒരർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കാരണം ഉപഭോഗം ഓരോ ദിവസവും റെക്കോർഡ് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. KSEB നിയന്ത്രണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുമെന്നുള്ള വലിയ ചോദ്യം മുന്നിലുണ്ടല്ലോ. ഇന്നത്തെ യോഗ തീരുമാനം എന്താണ്? ഇനിയിപ്പോൾ ബദൽ മാർഗങ്ങൾ എന്തായിരിക്കും? അനുജ, സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ ദിവസവും സർവ്വകാല റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപഭോഗം പോകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന KSEB ആവശ്യപ്പെട്ടത്. ഇന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും KSEB ഈ നിലപാട് ആവർത്തിച്ചു. അതിന് രണ്ട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഈ പുറത്തു നിന്ന് വലിയ തോതിൽ ഉയർന്ന നിരക്ക് നൽകി വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. 90 ദശലക്ഷം യൂണിറ്റ് വരെ ചില ദിവസങ്ങളിൽ പുറത്തു നിന്ന് വാങ്ങിയാണ് സംസ്ഥാനത്തെ വൈദ്യുത ആവശ്യകത നിറവേറ്റുന്നത്. മറ്റൊന്ന്, പീക്ക് സമയം. വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെയുള്ള ഈ പീക്ക് സമയത്ത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് കാരണം വൈദ്യുതി വിതരണ ശൃംഖലകൾ താറുമാറാകുന്നു. ട്രാൻസ്ഫോമറുകൾ പലയിടത്തും തകരാറിലാകുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രിപ്പാവുകയും ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ബോർഡിൻ്റെ ആവശ്യം. എന്നാൽ സർക്കാർ ലോഡ് ഷെഡിംഗ് എന്ന വൈദ്യുതി ബോർഡിൻ്റെ നിർദ്ദേശം പാടെ തള്ളിക്കളഞ്ഞു. ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി തന്നെയാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി ബോർഡിൻ്റെ യോഗം ചേരും. ഇതിലായിരിക്കും ബദൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിന് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മറ്റൊന്ന്, വൈദ്യുതി മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. നിലവിലെ വൈദ്യുതി സാഹചര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ചില ബദൽ മാർഗങ്ങൾ KSEB ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇന്ന് ചേർന്ന യോഗത്തിലും KSEB അവതരിപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വ്യവസായങ്ങൾക്ക് ഭാഗികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ വ്യവസായശാലകൾക്ക് പവർ കട്ട് ഏർപ്പെടുത്തുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. രാത്രികാല ഷിഫ്റ്റുകൾ വ്യവസായശാലകൾ പൂർണ്ണമായും ഒഴിവാക്കുക, ഇത്തരത്തിൽ ഒരു പ്രദേശത്തേക്ക് വൈദ്യുതി ലോഡ് കൂടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ KSEB നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ പമ്പിങ് അത് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി നൽകുക. ഇതോടൊപ്പം ഓരോ പ്രദേശത്തെയും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് അതാത് പ്രദേശത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു അധികാരം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പലയിടത്തുമുണ്ട്. ആ തരത്തിലേക്കുള്ള നിയന്ത്രണം ഇനിയും ഉണ്ടാകും എന്നർത്ഥം. അനുജ, അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് കാരണമായി വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഈ പീക്ക് സമയത്തെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ വൈദ്യുതി ലൈനുകളുടെ ശേഷിയിൽ കവിഞ്ഞ് വൈദ്യുതി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഓട്ടോമാറ്റിക് ഡ്രിപ്പിങ്ങിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. ഇത് ശരിയാക്കണമെങ്കിൽ വീണ്ടും 11 kVയിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും മണിക്കൂറുകൾ വേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പലപ്പോഴും പലയിടത്തും അപ്രഖ്യാപിതമായിട്ട് കറണ്ട് കട്ടിന് അല്ലെങ്കിൽ വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. അതല്ലാതെ വോൾട്ടേജ് ക്ഷാമം നേരിടുന്നുണ്ട് പലയിടത്തും. ലൈനുകളുടെ പ്രസരണ വിതരണ ലൈനുകളുടെ ശേഷി കുറവ് കാരണം ഈ വോൾട്ടേജ് ക്ഷാമം കൂടിയുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പുറമെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന മേഖലകളിൽ ഓരോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അത് ഓരോ വ്യവസായശാലകൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ST കൺസ്യൂമേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നത് ഈ രാത്രികാലങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥത്തിൽ ഭാഗികമായി സംസ്ഥാനത്ത് വ്യവസായശാലകൾക്ക് ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് രുച. അതാണ് ഇന്നിപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനം. തൽക്കാലം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ബദൽ മാർഗം തേടൂ എന്നുള്ളതാണ് KSEBയോട് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. KSEB ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും ചെയ്യും ഇന്ന് തന്നെ.